ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം പാർട്ട് 2 പോണ്ടത്. ഇപ്പം കോഴിക്കോട് നിന്ന് ഞങ്ങളിപ്പോൾ ഇറങ്ങാണ്. അപ്പം അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പം ഇറങ്ങട്ടെ എല്ലാവരും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങനെ ഞാനൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ മൂത്താപ്പാടെ മോൻ്റെ വീട്ടിൽ കയറി. അവിടെ വീട് പണി ആവണുള്ളൂ. ഒരു ഇതൊക്കെ ആയിട്ടാണ്. അപ്പം എനിക്ക് സ്ഥലമൊക്കെ കാണുമ്പോൾ നമ്മൾ എയർപോർട്ട് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഭാഗം ആ വഴിയൊക്കെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അടിപൊളി ഇത് കേട്ടോ. അവിടെ കാണാനൊക്കെ നല്ല രസമുണ്ട്. അവിടെ വീടും അതേട്ടാ. വീട് കുറേ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയും ബാക്കിയൊക്കെ ഉണ്ട്. വീട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതേ വീട് കണ്ടത്. മലബാർ ഗോൾഡിൻ്റെ ഭാഗമുണ്ട്. അത് അവരുടെ ഭാഗമാണ്. അതൊക്കെ കണ്ടാൻ പറഞ്ഞില്ലേ, എയർപോർട്ടിൻ്റെ ഒരു ഭാഗം പോലൊക്കെ ഇല്ലേ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും അതൊരു അടിപൊളി സ്ഥലമൊക്കെ തന്നെയാണ്. കണ്ടില്ലേ മലബാർ ഗോൾഡ്, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ജാതി പോലെയാണ്. അങ്ങനെയാണല്ല. അപ്പം പിന്നെ ആ വീട് ഞാൻ പറഞ്ഞില്ലേ, അത് എന്തൊരു ഭംഗി ആ വീട്. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ. പിന്നെ ഇവിടെയൊക്കെ എന്ത് രസം, വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ കുന്നും മലയും നല്ല രസമുണ്ട് കാണാൻ. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം എന്ത് സുഖമാണ്. അവിടെയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കാനും ഇതൊക്കെ. അവിടെ മേലൊക്കെ ഉണ്ട്. മേലക്കൊന്നും ഞാൻ കയറിയില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ. അങ്ങനെ അപ്പം എന്തായാലും എനിക്ക് പിന്നെ ഇപ്പം ഒന്നും മനസ്സിലാവില്ല, പണിതുകൊണ്ടിരിക്കല്ലേ. അങ്ങനെ അവിടെ എല്ലാവരൊക്കെ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇരിക്കാൻ 2-3 കസേരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു കുറച്ച് നേരം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെയാണ് ആ സ്ഥലം. കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ നമുക്ക് കാണാനൊക്കെ. ടൂറൊക്കെ പോകുന്ന സ്ഥലമൊക്കെ പോലത്തെ തന്നെ അല്ലേ. അങ്ങനെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ എന്തായാലും കല്യാണമൊക്കെ ഞങ്ങൾ എന്താ പറയുക എൻജോയ് ചെയ്ത്. ഇനിയിപ്പോൾ ഇൻഷാ അള്ളാ 11-ാം തീയതി ഉണ്ട് ഇതിൻ്റെ 3-ാം ഭാഗം. 11-ാം തീയതി അത് കൊടുങ്ങല്ലൂരാണ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ മേലെ ഉണ്ടെന്ന്. മേലക്കൊന്നും ഞാൻ കയറിയില്ല. പിന്നെ അവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ശരിയാക്കിയിട്ടില്ല. കുറേയൊക്കെ പണികളുണ്ട്. അങ്ങനെ എല്ലാവരും വീടൊക്കെ ഇങ്ങനെ കണ്ട് കഴിയാൻ ഇത്തിരി ഇത് ഉണ്ട് അധികം വീടൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞ സ്ഥലം ഇത് കണ്ട് എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അവിടെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെയൊക്കെ ഇങ്ങനെ നല്ല രസമുണ്ടല്ലേ കാണാൻ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ബസ്സിൽ കയറാണ്. ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. ഞങ്ങൾക്കൊരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കഴിക്കാനൊക്കെ ആയിട്ട് സ്നാക്സൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് പോണ സമയത്തൊക്കെ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പം ഇതുപോലെ അടിപൊളി സ്ഥലമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം എന്തുകൊണ്ട് കണ്ട പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണല്ലേ. ഇങ്ങനെ പച്ചപ്പുകളൊക്കെ കാണാൻ തന്നെ. അങ്ങനെ അവിടെ നല്ല ഇതുപോലെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനും പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുത്തനെ ഞങ്ങൾ ഇങ്ങനെ പോണതേ. അപ്പം അതിങ്ങനെ പതുക്കെ പതുക്കെ അറിയാലോ. അപ്പം ഇങ്ങനെ പോവാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. ചായയുടെ സമയം അപ്പം എല്ലാവർക്കും ചായ കുടിക്കാനും പിന്നെ ടോയ്ലറ്റിൽ പോവാനും അങ്ങനെയൊക്കെ അവിടെ നിന്ന് കുറേ നേരമൊക്കെ ഇരുന്ന് ചായ കുടിച്ച പിന്നെയാണ് ഉഷാറൊക്കെ ആയത് കേട്ടോ. അവിടെ കേട്ടോ നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു കാണാനൊക്കെ പറ്റിയതൊക്കെ.
കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇതുപോലൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ചായ ഇരുന്ന് കുടിക്കണ്. ഞാൻ എടുത്തത് വീഡിയോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പോവാണ് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 8 മണിയായി. ഞങ്ങൾ വേഗം എത്തുമെന്ന് വിചാരിച്ചത്, പക്ഷെ ആ വീടൊക്കെ കാണാൻ പോയപ്പോൾ നേരെ വൈകിയല്ല. പിന്നെ രാത്രി 8 മണിക്കാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇനി പാർട്ട് 2 ഇടാട്ടാ. ഇല്ല പാർട്ട് 3 11-ാം തീയതി ഇനി കല്യാണം കൊടുങ്ങല്ലൂർ. അപ്പം അത് ഞാനത് ഇടാട്ടാ. ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് പറ്റണൊക്കെ ഞാൻ ഇടാട്ടാ. മറ്റേ കല്യാണ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണാം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ലിങ്ക്. അപ്പം എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. അങ്ങനെ ഇൻഷാ അല്ലാഹ് നാളെ പുതിയൊരു വീഡിയോ